ഇപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഒരു മോര് കാച്ചിയതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയതാണ് കേട്ടോ. അതിൽ സവോളയൊക്കെ ചേർത്ത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചെറിയ സവോള തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അത്രയും നമുക്ക് അരിഞ്ഞു വയ്ക്കുക അതിലേക്കായിട്ട്. പിന്നെ ഒരു കൈപ്പിടി തേങ്ങ അരയ്ക്കാനായിട്ട്, കുറച്ച് ജീരകം, 3 ചുള വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള തൈരും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിക്കുക. മോരൊഴിച്ച് ഒറ്റ തവണ മാത്രമേ ഒന്ന് അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം ഇത് കലത്തിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള, കുറച്ച് ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മൂപ്പിക്കേണ്ട കേട്ടോ. ഈ സവോള കഷ്ണങ്ങളെ മോരിൽ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് ചില കല്യാണ സദ്യകളിലൊക്കെ ഇങ്ങനത്തെ മോര് കറി കാണാം. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മോര് കറി 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറുത്തിടാനായിട്ട് കടുക്, മുളക്, ഉലുവ, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി കറിയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വറുത്തിട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി നമ്മൾ വറുത്തിടുമ്പോഴാണ് ഇടുന്നത്, വെള്ളുള്ളി ഇതിൽ അരയ്ക്കുമ്പോഴും. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്തിട്ടത് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവയുടെ പൊടി നമുക്ക് ഈ മോര് ഒഴിക്കണ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റിലുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്